തീവ്ര ഇസ്ലാമിക സംഘടനയുടെ വിദ്യാർത്ഥി വിഭാഗത്തിന് പരിപാടി നടത്താൻ സർക്കാർ സ്കൂൾ വിട്ടുനൽകി. തൃശൂർ മാള അന്നമട ഗവൺമെന്റ് UP സ്കൂളാണ് ജൂൺ 20-21 തീയതികളിൽ SSFന് സാഹിത്യോത്സവത്തിനായി വിട്ടുനൽകിയത്. എന്നാൽ സ്കൂൾ കെട്ടിടം സംഘടനകളുടെ പരിപാടികൾക്ക് വിട്ടുനൽകാൻ അനുമതി നൽകിയിട്ടില്ലെന്ന് അന്നമട പഞ്ചായത്ത് സെക്രട്ടറിയും അറിയിച്ചു. സാനു കെ സജീവ് വിശദാംശങ്ങൾ നൽകുകയാണ്. സാനു, കേരളത്തിൽ UDF ഭരണം നിലവിൽ വന്നതോടുകൂടി അതിതീവ്ര ഇസ്ലാമിക സംഘടനകൾ പിടിമുറുക്കുന്നു എന്ന യാഥാർത്ഥ്യം അത് ഒരിക്കൽ കൂടി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു സംഭവമാണല്ലോ ഇത്. കാരണം SSF പോലെ അതിതീവ്ര മുസ്ലിം സംഘടനയ്ക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്കൂൾ വിട്ടു നൽകിയത്? അതും പഞ്ചായത്ത് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടും അതിനെ മറികടന്നുകൊണ്ട്. ഗൗതം, എന്തായാലും മാള അന്നമനടയിലെ ഗവൺമെന്റ് UP സ്കൂളാണ് ഇത്തരത്തിലുള്ള SSFന്റെ സാഹിത്യോത്സവം നടക്കുന്നതിന് വേണ്ടി വിട്ടു നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് സെക്രട്ടറിനെ വിളിക്കുകയുണ്ടായി. ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചത് താൻ അനുമതി നൽകിയിട്ടില്ല, ഇത്തരത്തിലുള്ളൊരു പരിപാടി നടത്തുന്നതിന് വേണ്ടി സംഘടനകൾക്ക് സ്കൂൾ വിട്ടു നൽകുന്നതിന് വേണ്ടി താൻ അനുമതി നൽകിയിട്ടില്ല എന്ന് പറഞ്ഞ് പഞ്ചായത്ത് സെക്രട്ടറി കൈയൊഴിയുന്നു. ഒപ്പം തന്നെ അവർ കൂട്ടിച്ചേർത്തൊരു വാചകമുണ്ട്, താൻ അനുമതി നൽകിയില്ലെങ്കിലും ഒരു പക്ഷേ പ്രസിഡന്റ് പറഞ്ഞിട്ടായിരിക്കാം ഈ ഒരു പരിപാടി നടത്തിയതെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമാക്കി. എന്നപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, എന്തായാലും കോൺഗ്രസ് ആണ് അന്നമനട പഞ്ചായത്ത് ഭരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന്റെ ഭരണസമിതിയാണ് ഈ ഗവൺമെന്റ് UP സ്കൂൾ അന്നമനട ഈ ഒരു SSFന്റെ തീവ്ര ഇസ്ലാമിക സംഘടനയുടെ വിദ്യാർത്ഥി വിഭാഗത്തിന് സാഹിത്യോത്സവം എന്ന് പറയുന്ന രീതിയിൽ 2 ദിവസം പരിപാടി നടത്താൻ വേണ്ടി സ്കൂൾ നൽകിയിട്ടുള്ളത് പഞ്ചായത്ത് ഭരണസമിതിയാണെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. കഴിഞ്ഞ മാസം, അതായത് ജൂൺ മാസം 20-21 തീയതികളിലാണ് തീവ്ര ഇസ്ലാമിക സംഘടനയായിട്ടുള്ള SSFന് ഇത്തരത്തിലുള്ള സാഹിത്യോത്സവം നടത്തുന്നതിന് വേണ്ടിയിട്ട് മാള അന്നമനട ഗവൺമെന്റ് UP സ്കൂള് സർക്കാർ വിട്ടു നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനവും വലിയ പരാതികളുമാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. ഈ സ്കൂൾ വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിനടക്കം പരാതി നൽകിയിട്ടും ആ പരാതിയിൽ നടപടി കാണാതായതോടുകൂടി BJP ഇപ്പോൾ ജില്ലാ കളക്ടർക്കടക്കം പരാതി നൽകിയിരിക്കുകയാണ്. അതായത് 2 ദിവസമാണ്, ഒന്നല്ല 2 ദിവസമാണ് ഒരു സർക്കാർ വിദ്യാലയം ഇത്തരത്തിലുള്ള സാഹിത്യോത്സവം നടത്തുന്നതിന് വേണ്ടി ഈ തീവ്ര ഇസ്ലാമിക സംഘടനയുടെ വിദ്യാർത്ഥി വിഭാഗത്തിന് വിട്ടു നൽകിയിട്ടുള്ളത്. ആരൊക്കെയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തതെന്നോ, എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ എത്തിയതെന്നോ, ആരൊക്കെയാണ് ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ടതെന്നോ ഒരു വിവരവും ആർക്കുമില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്തായാലും അത്യന്തം ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, അന്നമനട പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കാരണം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സംഘടനകൾക്ക്, അതേപോലെ തന്നെ തീവ്ര മതസംഘടനകൾക്കടക്കം ഒരു സർക്കാർ വിദ്യാലയം വിട്ടു നൽകാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അത്തരത്തിലുള്ള നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അന്നമനടയിൽ ഈ ഒരു സർക്കാർ വിദ്യാലയം ഈ SSFന് വേണ്ടി വിട്ടു നൽകിയിട്ടുള്ളത്. അതും 2 ദിവസം അവിടെ ക്യാമ്പ് നടക്കുന്നു. അവിടെ ആരൊക്കെ എത്തിയെന്നുള്ള കാര്യത്തിൽ പോലും പഞ്ചായത്തിനോ അല്ലോ മറ്റ് അധികൃതർക്കോ ഒരു വിവരവുമില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ അത്യന്തം ഗുരുതരമായിട്ടുള്ള കാര്യമായിട്ട് നമ്മൾ നോക്കിക്കാണേണ്ടത്. എന്തായാലും ഈ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് ഏറെക്കുറെ പഞ്ചായത്ത് സെക്രട്ടറി സമ്മതിക്കുന്നുണ്ട്. എന്നാൽ നടപടിയെടുക്കാൻ അവർ തയ്യാറാവുന്നില്ല. കാരണം രാഷ്ട്രീയ തീരുമാനമാണ് അതിലുണ്ടായിട്ടുള്ളത്, രാഷ്ട്രീയ അനുമതിയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ വിദ്യാലയവുമായി ബന്ധപ്പെട്ടപ്പോൾ പ്രധാന അധ്യാപിക പറയുന്നത് തന്നോട് അവിടെ നടത്തിക്കോ, സ്കൂൾ വിട്ടു നൽകാനായിട്ട് അധികൃതർ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു എന്നൊരു കാര്യമാണ് പ്രധാന അധ്യാപിക പറയുന്നത്. എന്തായാലും പ്രധാന അധ്യാപികയുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. പ്രധാന അധ്യാപികനെ ഈ SSFന്റെയും അതേപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഭാഗങ്ങളുടെയൊക്കെ ഒരു പിന്തുണ ഇതിനോടകം തന്നെ ആ അധ്യാപികയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഗൗതം. ഓക്കെ സാനു, വ്യക്തമാണ്. തൃശ്ശൂരിലാണ് ഇത്തരത്തിൽ SSF പോലെയുള്ള അതിതീവ്ര മുസ്ലിം സംഘടനയ്ക്ക് UP സ്കൂൾ, സർക്കാർ സ്കൂൾ വിട്ടു നൽകിയിരിക്കുകയാണ്. അതും പഞ്ചായത്തിൻ്റെ അനുമതി പോലും ഇല്ലാതെ അതിനെ മറികടന്നുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി അതിതീവ്ര മുസ്ലിം സംഘടനയ്ക്ക് ഈ സ്കൂൾ വിട്ടു നൽകിയത്. സാനു കെ സജീവാണ് തൃശ്ശൂരിൽ നിന്നും ചേർന്നത്.